ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. ഞങ്ങളുടെ അടുക്കളയുടെ ഈ ഭാഗത്ത് ഇങ്ങനെയാണിട്ടില്ലേ, എന്താ വെള്ളം ഒഴുകി പോകണം. അയ്യോ, ആദ്യം തന്നെ ചെരുപ്പ് പൊട്ടിയോ. എന്താ ചേനക്കണ്ടൊക്കെ മാതിരി പോയേക്കാട്ടെ വെച്ചിട്ടാണ്. എന്താ ഇന്നലെ ഇന്നൊക്കെ നല്ല മഴയില്ലേ, നേരെ വെളുക്കോളം നല്ല മഴ പെയ്തു 6 മണി വരെ. എന്താ കണ്ടത്തിൽ ഇതിനൊക്കെ ആൾക്കാർ പുല്ലരിഞ്ഞ് നോക്കണം. നിറച്ച് പുല്ലാണ്, പുല്ലും പൊന്തി കാണാം. ഇതിനൊക്കെ ആൾക്കാർ പുല്ലരിഞ്ഞ് നോക്കണം. ഇതിനൊക്കെ പോകാം. വെള്ളം കെട്ടി നിന്ന് ഇടങ്ങാറല്ലേ. നമ്മൾ ഇത്രയും പൈസയും ചിലവാക്കി ഇത്രയും ഇടങ്ങാറായി പണിയെടുത്തിട്ട് പിന്നെ അതിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഇടങ്ങാറല്ലേ. പോയൊക്കെ ഇട്ടിട്ട് എന്താ ഇതിന് ഏതിയനെ പോണ്. നിറച്ച് പുല്ലാണ്. പുല്ല് അരിയണുണ്ട് ആൾക്കാർ. അരിഞ്ഞാലും പിന്നെയും പുല്ല് നല്ല ഉണ്ടാവും തലയെടുത്തിട്ട്. അല്ലമ്മ, അതെന്താ എല്ലാവരെയും വിശേഷങ്ങൾ. ഇതാ ചേനട്ടില്ലേ, ചേനയുടെ അടിയിൽ കൂടെ പോണത്. ഇവിടെ ഇപ്പം എന്തൊരു ചേന അളിഞ്ഞ് കിടക്കണ കാണാണ്ട്. എന്താണെന്നോ നോക്കിയാട്ടെ. 3 തണ്ടുള്ള ചേന, പേടിക്കല്ല. 3 തണ്ടൊക്കെയാണ് ഓരോന്നിന്. 4 എണ്ണമൊക്കെയാണ് കേട്ടോ. 4 എണ്ണം 5 എണ്ണമൊക്കെ ഉണ്ട് ഓരോന്നിന്. പിന്നെ ഇപ്പം എന്താ ഇതിനൊക്കെ പുല്ലരിഞ്ഞു നോക്കണം. ഇതിൽ കൂടെയൊക്കെ ഓരോ തണ്ടളിഞ്ഞ് കിടക്കണ ഉണ്ട്. 4 എണ്ണം 3 എണ്ണത്തിലത്തേക്ക് ഓരോന്നിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ അളിഞ്ഞു. ഇതിനൊക്കെ എന്താണ് കയറി കിട്ടണമെങ്കിലുള്ളൊരു മലക്കം. എൻ്റെ അമ്മോ, എന്താ എല്ലാവരും ഇങ്ങോട്ട് വെള്ളം നിൽക്കുന്നുണ്ട്. വെള്ളം നിന്നു. ഇപ്പം ഇതേവരത്തെ മഴക്കൊന്നും വെള്ളം നിന്നിട്ട് ഇതായിട്ടൊന്നുമില്ല. ഇന്നലെ മുതൽ കർക്കിടകത്തിലത്തെ മഴയാണ്. ഇപ്പോൾ ഈ മാസം പറിച്ച്, ഈ മാസം അവസാനമായിട്ടൊക്കെ പറിക്കും. ഇപ്പോഴൊക്കെ ഇങ്ങനെ മഴ, വെള്ളം ഇങ്ങനെ. ഇവിടെ ഒരു കല്ലുണ്ട്, ഈ കല്ലെടുത്തിട്ടൂടെ? അതാ ഈ ഇതിൽ നിൽക്കണു. ഏ എപ്പോഴും നടക്കണ വഴിയാണെങ്കിൽ ഇങ്ങനെ പോയെന്താ കിട്ടില്ല. നമ്മളെ കിണർ നിറഞ്ഞിരിക്കണ കണ്ടോളൂ. കിണറിൻ്റെ അരുവ് കൂടെ പോയി ഇനി ഇടിഞ്ഞിട്ട് അതിൽ ചാടും. ഇതെന്താ വാഴയൊക്കെ പൊഴങ്ങി ചാടിയോ? നമ്മുടെ ടാങ്കിൻ്റെ അടുത്തൊരു വാഴ ഉണ്ടായിരുന്നു. വാഴ പൊഴങ്ങി ചാടിക്കത്. നല്ല വെള്ളമുണ്ടേ. നല്ല കാലം വന്നു. ഞാൻ അതെന്നാൽ തന്നെ രാത്രി പേടിയാകും. അങ്ങനെ ഇന്നലെ വരെ അല്ല, ഇന്നലെ രാവിലെ മുതലല്ലേ നല്ല മഴ തുടങ്ങിയിരിക്കണത്. ഇതിപ്പോൾ എവിടേക്കാ, പൂളത്തറി കണ്ടത്തിലേക്കാ പോവുക. നല്ല വെള്ളം. എന്താ ഇപ്പം ചേനയുടെയൊക്കെ ഉള്ളു. ഈ ചാലുകളിലൊന്നും ഇല്ലല്ലേ, ചെറിയ ചാലുകളിൽ കൂടെ ഒന്നും ഇല്ലല്ലേ, നടുവിലാണല്ലേ. ഉറവാണ്. ഉറവുണ്ടോ? എന്താ ഇതിനൊക്കെ എന്താ മൂച്ചിറോട്ടിൽ പറ്റിക്കണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് വെള്ളം എറ്റുമ്പോൾ പോകണം നിൽക്കുക. എന്താ ഇവിടെ പറ്റിക്കണ്. കുഴപ്പമില്ല, മറിഞ്ഞിക്കല്ല, കുഴപ്പമൊന്നുമില്ല. ഇനി അങ്ങനെ നടക്കട്ടെ. ഇനി മറിഞ്ഞാലും വിഷയമല്ല, പേടിക്കാമല്ലോ. എന്താ തണ്ടലാക്കിൻ്റെ നീളമുള്ള തണ്ടുകളാണ്. അതാണ് ഈ പണ്ടാരങ്ങൾ മറിഞ്ഞിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ ഓരോ തണ്ടിൻ്റെ നീളം എങ്ങനത്തെ നീളം വെച്ചിട്ടാ. ഈ കാനലിൻ്റെ ഇതിലേറ്റ് ഇതിങ്ങനെ നീളം വെച്ചിരിക്കുന്നത് തോന്നുന്നു. മറിയച്ചാണ്, മറിയട്ടെ, വിഷയമില്ല. വെള്ളം നല്ലോണം ഉണ്ട്. ഇതേവരെ ഒന്നും വെള്ളം ഉണ്ടാകുന്നിരുന്നില്ലട്ടില്ലേ. ഇങ്ങനെ ഇപ്പോൾ മഴ പെയ്യൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ല, എന്നാലും വെള്ളം ഇങ്ങനെ ഉണ്ടാകുന്നിരുന്നില്ല. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. ഒന്നും പറ്റാഞ്ഞാൽ മതിയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതായാലും അതിൽ കുറച്ച് ദിവസം കൂടി നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇന്നിപ്പോൾ 2-ാം തീയതി ആയിട്ടല്ലേ ഉള്ളൂ. ഇവിടെയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട് നല്ലോണേ. ഇവിടെയൊക്കെ നല്ലോണം കെട്ടി നിൽക്കുന്നുണ്ടിട്ടില്ലേ.
നല്ല വെള്ളം വന്ന് നോക്കിയത് നല്ല കാലം. ചെറിയ ചാലുകൾ കൂടി ഉണ്ട്. അവിടെ നല്ലോണം തുറന്നു വിട്ടോളി. പഠിച്ചോനെ 2 ദിവസം ഒന്ന് ചെറുതായിട്ട് മഴ കമ്മിയായിട്ടുണ്ടെങ്കിൽ പറ്റിയായിരുന്നു. നല്ല വെള്ളം, നല്ല പൊന്തയാണ്. ഞാൻ അത് അധ്യയനം ഇതേവരെ വന്നിട്ടില്ല. അന്നാ വന്ന് വീഡിയോ എടുത്ത് പോയി. പിന്നെ ഈ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞിട്ടില്ല വെച്ചാൽ ഇതാണ് പൊന്തയാണ്, നല്ല പൊന്തയാണ്. പിന്നെ ഇങ്ങനെ വരുന്നു. അതൊന്ന് ചെത്തിക്കോരുകൊണ്ട് ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ വന്നു. നമുക്കിതിൻ്റെ അടിയിൽ കൂടെ നടക്കുമ്പോൾ ഒരു ശരീരത്തിൽ തട്ടുമ്പോൾ അമച്ചിൽ വരികയാണ്. അലർജിയുടെ പ്രശ്നം. വെള്ളം നിന്നാലാ പേടി. പഠിച്ചോൻ കാക്കട്ടെ, കുറച്ച് ദിവസം കൂടിയല്ലേ. ഈ ചെറിയ ചാലുകളെ അതിന്നും വെള്ളം ഇങ്ങോട്ട് തുറന്നാൽ വെള്ളം അവിടെ നല്ലോണ്ട്. ഞാൻ കൈക്കോട്ടുകൊണ്ട് വന്നതുമില്ല. ഇവിടേക്കൊന്നുമില്ല വെള്ളം. ആ തലക്കൽക്കാണ് വെള്ളമുള്ളത്. രണ്ട് ദിവസത്തെ മഴ പെയ്ത് നോക്കുമ്പോഴേ എന്താ മഴയുടെ എന്താ തണുപ്പ് തുടങ്ങി. ഇതേവരെ ഒന്നും മഴ പെയ്തിട്ട് ഇങ്ങനെ തണുത്തിട്ടില്ല.
തെങ്ങിയിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ മുതൽ പോയില്ലേ. പിന്നെ നമ്മൾ അങ്ങ് 2-ാം തീയതി ആയിട്ടല്ലേ ഉള്ളൂ. ഈ മാസം പറിക്കേണ്ട ചേനയാണ്. കുറച്ച് ദിവസം കൂടിയും കഴിയട്ടെ. മാർച്ച് അവസാനം അല്ല, ഈ മാസം അവസാനമൊക്കെ ആയിട്ടാണ് പറിക്കുള്ളൂ.